സോ ഇന്ന് നോക്കാൻ പോകുന്നത് DNS സ്പൂഫിംഗ് അറ്റാക്കിനെ കുറിച്ചാണ്. ഓക്കെ. സോ എന്താണ് DNS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവർ ആണ്. ഓക്കെ. സോ അതായത് ഞാനിപ്പോ എന്റെ ക്രോമിൽ പോയി www.facebook.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നേരത്തെ നേരെ ക്രോമിൽ നോക്കിയത് DNS സെർവറിനോടാണ്. അതായത് facebook.com IP എന്ത് വന്നു. ഓക്കെ. സോ അന്നേരം ആ ഒരു IP കൊടുക്കുന്നത് DNS സെർവർ ആണ്. ആ ഒരു IP വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ സെർവറിന് അതോടെ ആക്സസ് കിട്ടുന്നത്. ഓക്കെ. സോ എന്താണ് DNS സ്പൂഫിംഗ്? DNS സ്പൂഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DNSനെ സ്പൂഫ് ചെയ്യുകയാണ്. ഓക്കെ. സോ അതായത് ഡൊമൈൻ നെയിം സെർവറുമായിട്ടുള്ള കണക്ഷൻ അവിടെ കട്ട് ചെയ്തിട്ട്, അതായത് ഒരു ഹാക്കർ വന്നിട്ട് നടുക്കി നിൽക്കും. ഓക്കെ. നടുക്കി നിന്നിട്ട് അതായത് ഇപ്പൊ എന്റെ റൗട്ടറും എന്റെ ലാപ്ടോപ്പും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ലാപ്ടോപ്പിൽ നിന്ന് റൗട്ടറിലോട്ടാണ്. ഓക്കെ. സോ അതിന് നടുക്ക് ഒരു ഹാക്കർ വന്നിട്ട് അതിനെ റീഡ് ചെയ്യും. ഓക്കെ. റീഡ് ചെയ്തിട്ട് അതിന് റിപ്ലൈ ആയിട്ട് DNS സെർവർ ആയിരിക്കത്തില്ല തരുന്നത്. സോ അതിന് പകരം ഹാക്കർ എന്ത് ചെയ്യും? DNS സെർവറായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ട് പകരം ഹാക്കറിന്റെ മെഷീൻ ആയിരിക്കും തിരിച്ച് റെസ്പോൺസ് തരുന്നത്. ഓക്കെ. സോ അവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് വെബ്സൈറ്റ് ആയിരിക്കും ഹാക്കർ തിരിച്ച് ഇങ്ങോട്ട് തരുന്നത്. ഓക്കെ. സോ ഫേസ്ബുക്കിന് വിട്ടിരിക്കുന്ന ഒരു ഫേക്ക് വെബ്സൈറ്റ് ആയിരിക്കും facebook.com എന്ന് കൊടുക്കുമ്പോൾ ഹാക്കർ ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും. സോ ഡയറക്റ്റ് DNS സെർവർ ആയിരിക്കത്തില്ല. കാരണം DNS സെർവറുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ടാണ് ഹാക്കർ ഈ ഒരു ഫേക്ക് വെബ്സൈറ്റിനെ സെൻഡ് ചെയ്ത് തരുന്നത്. ഓക്കെ. സോ അതാണ് DNS സ്പൂഫിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ബെറ്റർ ക്യാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സോ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സുഡോ apt get install ബെറ്റർ ക്യാപ്പ് എന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ബെറ്റർ ക്യാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ബെറ്റർ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സുഡോ ബെറ്റർ ക്യാപ്പ് IPS പെർമിറ്റ് 0 പാസ്വേഡ് കൊടുക്കാം. ഓക്കെ. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹെൽപ്പ് കൊടുത്ത് നോക്കാം. സോ ഇത്രയധികം മൊഡ്യൂളുണ്ട്. സോ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് DNS.spoof ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ net.com ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള മൊഡ്യൂളാണ്. ഓക്കെ. ആ സ്കാൻ ചെയ്ത് ഡിവൈസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അതേപോലെ DNS.spoof ഉപയോഗിക്കുന്നുണ്ട്. net.probe ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്.സ്നിഫ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇത്ര ഉപയോഗിക്കുന്നുണ്ട്. സോ ക്ലിയർ കൊടുക്കാം. സോ ഹെൽപ്പ് ARP.spoof കൊടുക്കാം. ഓക്കെ. നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നാമത് സെറ്റ് ചെയ്യാം. സെറ്റ് ARP കൊടുക്കാം. ഓക്കെ. ട്രൂ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സോ എന്റെ IP അഡ്രസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് മുമ്പ് ഒരു കാര്യം അപ്പാച്ചി വെബ് സെർവർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സർവീസ് അപ്പാച്ചി ടു സ്റ്റാർട്ട് കൊടുക്കാം. സോ ഞാൻ ഈ അപ്പാച്ചി വെബ് സെർവർ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യും. സോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പാച്ചി വെബ് സെർവർ. സോ IF-config കൊടുത്ത് നോക്കാം. IP അഡ്രസ് എന്തുവാണ്? 192.168.1.3. ഓക്കെ. സോ ക്രോമിൽ പോയിട്ട് നോക്കാം. ഈ ഒരു വെബ് പേജ് വരുന്നുണ്ടോ? അതിനായിട്ട് 192, 168.1.3. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈവിൽ വെബ് പേജ് എന്ന് പറഞ്ഞ വെബ് പേജ്. ഓക്കെ. സോ ഈവിൽ വെബ് പേജ് എന്ന് പറഞ്ഞ ഈ പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ് പേജ് ആണ്. ഓക്കെ. സോ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് ക്രിയേറ്റ് ചെയ്ത പാത്ത് എന്ന് പറയുന്നത് CD var www.html അഡ്രസ് കൊടുത്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും index.html എന്ന് പറഞ്ഞൊരു ഫയൽ. സോ ഇത് ഞാൻ സാമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ആണ്. ഓക്കെ. സോ ഇതാണ് അപ്പാച്ചി വെബ് സെർവറിന്റെ അപ്പാച്ചി വെബ് സെർവറിന്റെ പാത്ത്. ഓക്കെ. സോ ഇതിനകത്ത് കൊടുക്കുന്ന ആയിരിക്കും ഇതിനകത്ത് index.html കൊടുത്തതായിരിക്കും ഹോസ്റ്റ് ആയി index.html ആണ് ആ ഒരു ഇതിൽ ഹോസ്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ. സോ index.html ആണ് ഹോസ്റ്റ് ആയിരിക്കുന്നത്. സോ index.html ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഈ വെബ് പേജ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നാനോ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. സുഡോ നാനോ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ക്രിയേറ്റ് ചെയ്തിട്ട് അത് www.html സേവ് ചെയ്തു. ഓക്കെ. സോ അപ്പൊ ഈ ഒരു വെബ് പേജ് സോ index1.html ഇടണമെങ്കിൽ എന്താ ചെയ്യണം? സ്ലാഷ് 13 സ്ലാഷ് s1.html. സോ അതും ഈ ഒരു സെയിം വെബ് പേജ് തന്നെയാണ്. ഓക്കെ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്.
സോ ഇനി ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ARP ഡോട്ട് സ്കൂൾ ഡോട്ട് പ്ലസ് ട്രൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെറ്റ് ARP ഡോട്ട് ടാർഗറ്റ്സ് ടാർഗറ്റ്സ്. സോ അതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെറ്റ് ഡോട്ട് ഓൺ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നെറ്റ് ഡോട്ട് പ്രോ ഓൺ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ARP സ്കൂൾ ടാർഗറ്റ്സ്. സോ IP അഡ്രസ് ക്ലിക്ക് ചെയ്യാം. IP അഡ്രസ് 1.3 ആണ്. സോ ഇവിടെ കൊടുക്കുന്നത് ടാർഗറ്റ് മെഷീൻ IP അഡ്രസ് ആണ്. ഓക്കെ, 1.6. ഓക്കെ, ഇതാണ് എന്റെ ടാർഗറ്റ് മെഷീൻ IP അഡ്രസ്. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഹെൽപ്പ് DNS കൊടുത്തു നോക്കാം. ഓക്കെ, DNS ഡോട്ട് സ്മൂത്ത് ഡോട്ട് അഡ്രസ്. സോ നമ്മുടെ അപ്പാച്ചി വെബ് സെർവറിന്റെ പോസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കാലിയൻസ് മെഷീന്റെ IP അഡ്രസ് ആണ്. ഓക്കെ, സോ ഇവിടെ കൊടുക്കേണ്ടത് കാലിയൻസ് മെഷീൻ IP അഡ്രസ് ആണ്. അഡ്രസ് സെറ്റ് കൊടുക്കണം. ഞാൻ സെറ്റ് കൊടുത്തില്ല. സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് DNS കൊടുക്കാം. ഓക്കെ, ട്രൂ കൊടുത്തു. സോ നെക്സ്റ്റ് ആണ് ഡൊമൈൻ. ഞാനിവിടെ myamazon.com ആണ് കോമ ഇട്ടിട്ട് സ്റ്റാർ നോട്ട് മൈ. സോ അതായത് ഞാൻ myamazon.com എന്ന് എന്റെ വിൻഡോസ് മെഷീനിൽ പോയിട്ട് ടൈപ്പ് ചെയ്തു. ഈ ഒരു myamazon.com എന്നുള്ള ഡൊമൈൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതായത് അവിടെ കിട്ടുന്നത് ഞാൻ അപ്പാച്ചി വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പേജ് ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ അതായത് ഞാന് കറക്റ്റ് DNS സെർവറുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ട് ഞാനൊരു വെബ്സൈറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ അതായത് ഹാക്കറിന്റെ മെഷീൻ എന്താ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ് പേജ് സെൻഡ് ചെയ്ത് കൊടുക്കുക. സോ അതാണ് അവിടെ സംഭവിക്കാൻ. സോ ARP ഡോട്ട് സോ നെക്സ്റ്റ് കൊടുക്കേണ്ടത് DNS ഡോട്ട് ഫോൺ കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഫോൺ കൊടുക്കാം. സോ ഇനി വിൻഡോസ് മെഷീനിൽ പോയിട്ട് myamazon.com ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ അന്നേരം ഈ ഒരു വെബ് പേജ് അപ്പാച്ചി വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജ് കിട്ടുമോ ഇല്ലെന്നോ. സോ ഞാൻ വിൻഡോസ് മെഷീനിൽ വന്നിട്ടുണ്ട്. സോ myamazon.com ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ കിട്ടിയത് ഏത് വെബ്സൈറ്റ് ആണ്. ഞാൻ myamazon.com ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയത്, അതായത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്, അതായത് അപ്പാച്ചി വെബ് സെർവറിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വെബ് പേജ് ആണ് ഇവിടെ വന്നത്. സോ ഇതിൽ വെബ് പേജ് എന്ന് വന്നത് ഏതാണ്. സോ ഇവിടെ സംഭവിച്ചത് എന്താണ്, DNS സെർവറുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടിയത് എന്താണ്, ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, സോ ഇതാണ് DNS ഫിഷിംഗ് അറ്റാക്ക്. അതായത് DNS സെർവറുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ട് പകരം റെസ്പോൺസ് എഴുതുന്നത് ഹാക്കറിന്റെ മെഷീൻ ആയിരിക്കും. ഓക്കെ,